ശ്രീ വിനു ജോബ് കുഴിമണ്ണിക്കൽ, ക്വസ്റ്റ്യൻ നമ്പർ 124. ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. സർ, സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആധുനീകരിക്കുന്നതിനായി സമഗ്രമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തെ തൊഴിൽ സാധ്യതകൾ ഉറപ്പാക്കുന്ന സംവിധാനമായും ഗവേഷണത്തിനും പുതുമയുള്ള ആശയങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന അക്കാദമിക അന്തരീക്ഷമായും വികസിപ്പിക്കുക എന്നാണ് ലക്ഷ്യം. മാറുന്ന തൊഴിൽ സാധ്യതകൾ കണക്കിലെടുത്ത് പാഠ്യപദ്ധതിയും നൈപുണ്യ വികസന പരിപാടികളും പരിഷ്കരിക്കും. പുതിയ സർക്കാരിൻ്റെ പ്രാഥമിക കാര്യപരിപാടികളുടെ ഭാഗമായി നിർമ്മിത ബുദ്ധി, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ബയോടെക്നോളജി തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനായി ഫ്യൂച്ചർ റെഡിനസ് തിങ്ക് ടാങ്ക് രൂപീകരിക്കും. വിദ്യാർത്ഥികളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിനായി സിദ്ധാർത്ഥ നാപ്പ്, ക്യാമ്പസ് ഓംബുഡ്സ്മാൻ സംവിധാനം എന്നിവ നടപ്പിലാക്കുന്നതിന് ഉദ്ദേശിക്കുന്നു. വിശദമായ ഉത്തരമാണ് ചോദ്യങ്ങൾക്ക് വേണ്ടി ടേബിൾ ചെയ്യാണ്. ശ്രീ വിനു ജോബ് കുഴിമണ്ണിൽ. സർ, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വൻതോതിൽ ബ്രെയിൻ ഡ്രെയിൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിഭാപാലായനം. നമുക്കറിയാം, ഇവിടുത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ സീറ്റുകൾ യഥേഷ്ടം ഒഴിഞ്ഞുകിടക്കുകയാണ്. ഇവിടെ പഠിച്ചിരിക്കുന്നവരിലാകട്ടെ നല്ല ശതമാനം തൊഴിൽക്ഷമത ചോദ്യം ചെയ്യപ്പെടുന്നു. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും അവർക്ക് നിർദ്ദേശമുണ്ടാക്കുവാനും വേണ്ടി നമ്മൾ വിവിധ ഏജൻസികൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളും അവയുടെ നടപടികളും വിലയിരുത്തുവാൻ സമഗ്രമായ ഒരു അക്കാദമിക് ഓഡിറ്റ് സർക്കാർ തലത്തിൽ ഉണ്ടാകുമോ? സർ, തീർച്ചയായും വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അക്കാദമിക നിലവാരം ഉയർത്തുന്നതിനും അവിടുത്തെ തൊഴിൽ സാധ്യതകൾ വളർത്തിയെടുക്കുന്നതിനുമൊക്കെയായിട്ടുള്ള കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ അനിവാര്യമായിട്ടുണ്ട്. സമഗ്രമായ പരിഷ്കാരങ്ങൾ നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ട് വരും. അത് വിശദമായി ചർച്ച ചെയ്ത് പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. സർ, നമ്മുടെ നാട്ടിലെ മാതാപിതാക്കൾ സ്വന്തം വീടും പുരയിടവും ഒക്കെ തന്നെ പണയം വെച്ച് നമ്മുടെ മക്കളെ അന്യ സംസ്ഥാനത്തും അന്യ രാജ്യങ്ങളിലും വിടുകയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് മറ്റ് രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും നമ്മുടെ നാട്ടിലോട്ട് കൊണ്ടുവരുവാൻ വേണ്ടി ആകർഷിക്കുവാൻ എന്ത് നടപടിയെടുക്കും? നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ നോളജ് എക്സ്പ്ലോഷന്റെ കാലഘട്ടമാണെന്നും ഈ മേഖലയിൽ കരിക്കുലം റീസ്ട്രക്ചർ ചെയ്യുമെന്നും പുതിയ അക്കാദമിക് പ്രോഗ്രാംസ് ഉണ്ടാക്കുമെന്നും പറഞ്ഞിരുന്നു. ഇതിന്റെ ഔട്ട്പുട്ടും സാധ്യതയും ഒക്കെ എന്തായിരിക്കും സർ? മിനിസ്റ്റർ, പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞതുപോലെ. കേരളത്തിന് വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കുള്ള ഒരു കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് അത് ഫലപ്രദമായിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും പോയി പഠിക്കുമ്പോൾ അവിടെ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇവിടേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ കേരളത്തിന് പുറത്ത് ഏതൊരു നഗരങ്ങളിൽ പോയാലും, ഇപ്പോൾ ബാംഗ്ലൂരിലായാലും ചെന്നൈയിലായാലും മെട്രോപൊളിറ്റൻ നഗരങ്ങൾക്കല്ല, മറ്റ് കോയമ്പത്തൂരിലോ അല്ലെങ്കിൽ മൈസൂരിലോ പോലും ഒരു ക്ലാസ് റൂമിൽ പോയി നോക്കിയാൽ വിവിധ സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾ അവിടെ ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുന്ന കാണാൻ സാധിക്കും. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ ഒരു ശരാശരി ക്ലാസ് മുറി പരിശോധിച്ചാൽ കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക. ഇത് സ്റ്റുഡൻറ് ഡൈവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകുന്നതിന് എന്തുകൊണ്ടാണെന്നുള്ളത് കൃത്യമായി പരിശോധിച്ച് ആ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ കേരളത്തിൽ തന്നെ ഒരുക്കുവാനുള്ള ഒരു നടപടി അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. കേരളത്തിന് പുറത്തുനിന്ന് വിദ്യാർത്ഥികളെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അവരെ ആകർഷിക്കുന്ന തരത്തിലുള്ള പരിപാടികൾ ഉൾപ്പെടെ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ടാണ് സർക്കാർ ആലോചിക്കുന്നത്. ശ്രീ അബു ജോൺ പെട്ടെന്നൊരു ചോദ്യം ചോദിച്ചു. സാർ, ഇന്നലെ മുഖ്യമന്ത്രി ഇവിടെ റിവേഴ്സ് റെമിറ്റൻസിൻ്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു. അത് അന്യസംസ്ഥാന തൊഴിലാളികളുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്ത് നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കുവാൻ വേണ്ടി പോകുന്ന വിദ്യാർത്ഥികളുടെ ഫീസും മറ്റ് ജീവിത ചെലവുകളുടെ ഒക്കെ അതും അതിൽ ഉൾപ്പെടുന്നു. സാർ, ഈ ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിലെ നിലവിലുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ വിദേശ യൂണിവേഴ്സിറ്റികളുടെ ഓഫ് ക്യാമ്പസുകൾ നമ്മുടെ സംസ്ഥാനത്ത് തുടങ്ങുവാനുള്ള പദ്ധതിയുണ്ടോ? അതുപോലെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ച ഫിലിം ആൻഡ് മീഡിയ സിറ്റിയുടെ ഭാഗമായി ഇൻ്റർനാഷണൽ സ്കൂൾ ഓഫ് സിനിമാറ്റിക് ആർട്സ്, യൂണിവേഴ്സിറ്റി ഓഫ് സദേൺ കാലിഫോർണിയ, ബെർക്ക്ലി സ്കൂൾ ഓഫ് മ്യൂസിക് തുടങ്ങിയ കലാപരമായ യൂണിവേഴ്സിറ്റികൾ ഇവിടെ തുടങ്ങുന്നത് ടേബിൾ ചെയ്താലും മതി. വേഗം പറയാമെങ്കിൽ പറഞ്ഞോളൂ. സർ, സർക്കാർ ആ ലക്ഷ്യത്തിൽ തന്നെയാണ്, ആ ദിശയിൽ തന്നെയാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച കേരള നോളജ് വാലി ഉൾപ്പെടെ കേരളത്തെ ഒരു ഹയർ എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതികളാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ച കാര്യം ഉൾപ്പെടെ പരിശോധിച്ച് കേരളത്തിൽ നമുക്ക് വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കേരളം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകും. താങ്ക് യു വെരി മച്ച്.